അടുത്തതായി നിങ്ങൾ കാത്തിരുന്ന നിമിഷങ്ങളാണ്. അപ്പം ഉദ്യോഗഭരിതമായ ആ നിമിഷങ്ങൾ നിങ്ങളെ ആശംസ അറിയിച്ച് റിസൾട്ടൂടെ അറിയിക്കുന്നതിനായി ഈ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുനിൽ ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഓരോരുത്തരും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം വാടുന്നതായി കാണാൻ കഴിയും. ഞാനിവിടെ സംസാരിക്കും, എഴുന്നേക്കുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു പ്രസന്നത കാണുന്നുണ്ട്. അത് ഞാനെന്ന വ്യക്തി സംസാരിക്കുന്നത് കൊണ്ടല്ല. തീർച്ചയായിട്ടും പ്രോഗ്രാമിന്റെ കൺവീനർ, ഒരു കലോത്സവത്തെ സംബന്ധിച്ച് ഒരു പ്രോഗ്രാമിന്റെ കൺവീനർക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യതയാണ്. തീർച്ചയായിട്ടും KPST എന്ന പ്രസ്ഥാനം എനിക്ക് തന്ന ഒരു അവസരം കൂടിയാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് മുമ്പേ പറഞ്ഞതുപോലെ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനത്തിന് തുടങ്ങി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ ശിശുദിനത്തിൽ ഈ കലോത്സവം പൂർത്തിയാകുമ്പോൾ വാളകം RVHSനെ സംബന്ധിച്ചും ജേക്കബ് സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2019 ഇതേ ദിവസം തുടങ്ങി ഇതേ ദിവസം ഇതേ വേദിയിൽ പരിപാടി അവസാനിപ്പിച്ച ചില ഓർമ്മകൾ ഉള്ള ചിലർ കൂടി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് വളരെയധികം സന്തോഷം തരുന്നതാണ് വാളകത്തിനും ഈ രാമവിലാസ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും എല്ലാം തന്നെ. KPSTയെ സംബന്ധിച്ച് ഇന്ന് കൊല്ലം ജില്ലയിലെ 12 സബ് ജില്ലകളിൽ 9 സബ് ജില്ലകളിൽ പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്ത് വിജയിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലാ കലോത്സവത്തിന്റെയും പ്രോഗ്രാം കമ്മിറ്റി, നമ്മുടെ അഞ്ചൽ തന്നെ വെച്ച് നടക്കുന്ന ജില്ലാ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റിയെ നയിക്കുന്നത് KPSTയാണ്. തീർച്ചയായിട്ടും അനുകരണീയമായ മാതൃകകൾ കാണിച്ചു തന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറെ ചാരിതാർത്ഥ്യം നിറഞ്ഞ കാര്യം തന്നെയാണ്. വളരെയധികം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞങ്ങൾക്ക് ഒരുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ഒരു LED വാൾ, ഇത് ഇവിടെ കാണുന്നവർക്ക് മാത്രമല്ല, പുറത്തിതിന്റെ യൂട്യൂബ് ലിങ്ക് വഴി ഈ കലോത്സവത്തിന്റെ ഒരു പബ്ലിസിറ്റിയും ഇതിന്റെ പ്രകടനങ്ങളും ഒക്കെ കാണത്തക്ക രീതിയിൽ അത് മറ്റുള്ളവരിലേക്ക് കലോത്സവം എത്തിക്കുവാൻ KPSTക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്തു പറയുകയാണ്. ഞങ്ങളെ ഇതിന് സഹായിച്ച വ്യാപാര സുഹൃത്തുക്കളുണ്ട്, ബുക്ക്ലെറ്റ് പ്രിന്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ കലോത്സവത്തെ പറ്റി 1-2 വാചകങ്ങൾ പറയണം എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വന്ന കാര്യം, തികച്ചും 100% സത്യസന്ധമായി സുതാര്യമായി കുറ്റമറ്റ രീതിയിൽ ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത് പറയാനുള്ള കാര്യം. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ 4 ദിവസം ഒച്ചപ്പാടുകൾ എന്തെങ്കിലും കേട്ടിരുന്നോ? ഇല്ല, ഒരു ഒച്ചപ്പാട് കേട്ടിരുന്നില്ല, ഒരു തർക്കങ്ങളും ഉണ്ടായിരുന്നില്ല. വിധികർത്താക്കൾ ഇവിടെ വിധി പറയുമ്പോൾ ഞങ്ങൾ പലരും വേദികളിലേക്കും ഓടിയെത്തും, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടോ എന്ന് അറിയാം. ഞങ്ങൾ തിരിച്ച് അതുപോലെ അതേ മിനിറ്റ് തിരിച്ചു പോകണം. യാതൊരു പരാതികളും, എന്നാൽ പരാതി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും സമ്മാനം കിട്ടാത്തവർക്കുള്ള ഒരു വിഷമവും അതിന്റെ ഒരു സങ്കടവും ഒക്കെ ഉണ്ടാവും. അത് അപ്പീലുകളിലൂടെയാണ് അവർ പ്രതിഫലിപ്പിക്കുന്നത്. അപ്പീലിന്റെ കാര്യത്തിലും ഈ കലോത്സവം വേറിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയും. അഞ്ചൽ സബ് ജില്ലയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് അപ്പീലുകൾ വന്ന ഒരു കലോത്സവം കൂടിയായിരുന്നു ഇത് എന്ന് ഞാൻ എടുത്തു പറഞ്ഞത്. ഇവിടെ മത്സരിച്ച എല്ലാവരുടെയും റിസൾട്ട് അന്നുള്ള റിസൾട്ട് അന്നന്ന് നമ്മൾ പൂർത്തിയാക്കി. രാത്രി ഒരു 1-2 ദിവസമാണ് 10 മണി ഇവിടെ കഴിഞ്ഞത്. ആ ദിവസത്തെ 10 മണിക്കോ 9 മണിക്കോ ശേഷം നടക്കുന്ന ആ 1-2 പ്രോഗ്രാമുകളുടെ റിസൾട്ട് അല്ലാതെ 9-8 മണി വരെ നടക്കുന്ന എല്ലാ റിസൾട്ടും എൻറ്റർ ചെയ്തു. മാത്രമല്ല അന്നത്തെ റിസൾട്ടിന്റെ സർട്ടിഫിക്കറ്റുകൾ അന്നന്ന് തന്നെ പ്രിന്റ് ചെയ്ത് സോർട്ട് ചെയ്ത് ഓരോ സ്കൂളിലും കൊടുക്കാൻ പ്രത്യേക കവറുകളിലാക്കി അവിടെ ക്രമീകരിക്കാൻ കഴിയും. അത് KPSTയുടെ മാത്രം ഒരു അവകാശമായി ഞാൻ പറയുന്നില്ല. ഞങ്ങളെ അതിനെ സഹായിച്ച ഈ സ്കൂളിലെ ഇതിന്റെ BEd കോളേജിലെ സ്റ്റുഡൻസിനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. അത്തരത്തിലുള്ള ചില നല്ല മാതൃകകൾ ഈ കലോത്സവത്തിൽ ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു KPSTയുടെ പ്രവർത്തകൻ എന്ന നിലയിൽ, അതിന്റെ ഒരു സബ് ജില്ലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഏറെ അഭിമാനത്തോടുകൂടി ഞാനിവിടെ ഈ റിസൾട്ട് പറയുമ്പോൾ എല്ലാവരും ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നത്. ആ പോരാട്ടം നടത്തുവാൻ
അതിനൊരു സാഹചര്യം ഒരുക്കുവാൻ എന്റെ പിറകിൽ നിന്ന ഒരു കൂട്ടം അധ്യാപകരുണ്ട്. അവരുടെ 1-2-3 പേരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നന്ദികേടായിപ്പോയി. ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാൻ എന്റെ കൂടെ എന്നല്ല, ഞാൻ അവരുടെ കൂടെ ആയിരുന്നു. ഞാൻ ചെയ്യേണ്ട ഓരോ കാര്യവും എനിക്ക് വേണ്ടി ചെയ്തു തന്ന ത്രിമൂർത്തികൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ജഗദീഷ് ബൈജു സാർ, കൈറ്റിന്റെ മാസ്റ്റർ ട്രെയിനർ ജഗദീഷ് ബൈജു സാറിനെ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. കലോത്സവ വിദഗ്ധനായ നമ്മുടെ അഞ്ചൽ സബ് ജില്ലയിൽ തന്നെ അധ്യാപകനായ പ്രസന്നകുമാർ സാറിന്റെ സേവനം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. സബ് ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രഥമാധ്യാപകനായ ശ്രീ ഹുമാംഷ സാറിന്റെ വിലപ്പെട്ട സേവനം ഞാൻ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ കൺവീനർ ആയിരുന്നെങ്കിലും എന്റെ കൂടെ ജോയിന്റ് കൺവീനറായി പ്രവർത്തിച്ച ഞങ്ങളുടെ സബ് ജില്ലാ KPSTയുടെ സബ് ജില്ലാ പ്രസിഡന്റ് ശ്രീ എബിൻ വർഗീസ് സാർ, KPSTയുടെ ട്രഷറർ ശ്രീ ശ്രീജിത്ത് സാർ, ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോയത്. എവിടെ പോയത്, ഇതിന്റെ തുടക്കം മുതൽ എന്ത് കാര്യം ആലോചിച്ചാലും ചെയ്താലും ഈ ഒരു 3 പേർ ചേർന്ന ഒരു പ്രവർത്തനം മാത്രമായിരുന്നു. അപ്പോഴും ഇപ്പോഴും ഈ വേദിയിൽ ഇവിടെ പടിയിറങ്ങുമ്പോൾ അവരോടൊപ്പം നിന്ന KPSTയുടെ അഞ്ചൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 80ഓളം അധ്യാപകർ 4 ദിവസമായി രാവും പകലും രാത്രിയും ഈ 10 മണിക്ക് മീറ്റിംഗ് ഇത് പ്രോഗ്രാമുകളൊക്കെ അവസാനിപ്പിച്ച് ഇതെല്ലാം എൻ്റർ ചെയ്ത് പോകുമ്പോൾ 12 മണിക്കും 1 മണിക്കും പോയ വനിതാ അധ്യാപകർ ഈ സ്റ്റേജിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവരെ നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം, തീർച്ചയായിട്ടും KPST എന്ന പ്രസ്ഥാനത്തിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി വിനിയോഗിച്ചു. അത് നിങ്ങൾ ഏൽപ്പിച്ച കർത്തവ്യം ചെയ്തു എന്ന ചാരിതാർത്ഥ്യത്തോടെ ഞാൻ ഈ റിസൾട്ടിലേക്ക് കടക്കുകയാണ്. ഈ വർഷത്തെ റിസൾട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുതുമകൾ ഒരു പക്ഷേ തോന്നാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എല്ലാ വിഭാഗം മത്സരങ്ങളിൽ നിന്നും. 9 വിഭാഗങ്ങളിലായിട്ടായിരുന്നു നമ്മുടെ മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. ഞാനിവിടെ ഓരോ വിഭാഗത്തിലെയും മത്സരത്തിൽ വിജയിച്ച 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും നേടിയവരുടെ പേരുകൾ പറയുമ്പോൾ അത് ഒരു പേരിൽ ഒതുക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അത് 2 പേരിലും 5 പേരിലും 4 പേരിലും ഒക്കെ തന്നെ ഒതുക്കേണ്ടതായിട്ട് വന്നു. അത്രയ്ക്കും എല്ലാ സ്കൂളിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളതാണ്. എല്ലാവർക്കും ഗ്രേഡ് കൊടുത്തു, എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തു. 4000ഓളം സർട്ടിഫിക്കറ്റ് അടിച്ചു വിതരണം കൊടുത്തു. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഏവരും ഇതുവരെയും കാത്തിരുന്ന ആ റിസൾട്ട് ഞാൻ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി അനൗൺസ് ചെയ്യുകയാണ്. ആദ്യമായി പറയുന്നത് അറബിക് കലോത്സവത്തിന്റെ റിസൾട്ടാണ്. LP വിഭാഗം അറബിക് കലോത്സവത്തിൽ 1ാം സ്ഥാനം പങ്കിടുന്നത് 5 സ്കൂളുകളാണ്. 1 വയലാർ NVUPS, 2 തടിക്കാട് G